രണ്ട് തല്ലുകൊള്ളികളെ കാണണമെങ്കിൽ ഇതാ കണ്ടോളൂ കേട്ടോ. നമ്മുടെ ബബിൾക്കുട്ടനും പീക്കിരിക്കുട്ടനാണ്. ഒന്ന് നമ്മുടെ കുറിഞ്ഞയുടെ മകനുമാണ്, പീക്കിരിക്കുട്ടൻ നമ്മുടെ ചമ്പിയുടെ മൂന്നാമത്തെ മകനുമാണ് കേട്ടോ. ഒന്നും പറയണ്ട, എപ്പോൾ നോക്കിയാലും ഈ രണ്ടെണ്ണം അടിയാണ് കേട്ടോ. ഞാൻ എപ്പോൾ ഇവരെ നോക്കിയാലും ഇവർ തമ്മിൽ ഗുസ്തി പിടിക്കുന്ന കാണാം. വിശക്കണ സമയത്ത് മാത്രം കരയും, അപ്പോൾ വയറ് നിറച്ച് നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കുക, വീണ്ടും കിടന്ന് ഉറങ്ങുക, പിന്നെ ഉണർന്നു കഴിഞ്ഞതാ അടി തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ പീക്കിരിക്കുട്ടൻ എങ്ങനെയാണെന്നറിയോ, സാധനം ചെറുതാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആരുടെ മുന്നിലും തോൽക്കാൻ പാടില്ല, അവൻ തന്നെ ജയിക്കണം കേട്ടോ. പക്ഷേ ബബിൾക്കുട്ടനെ അറിയാം, ബബിൾക്കുട്ടൻ ആഞ്ഞൊരു പെടപടച്ച പീക്കിരിക്കുട്ടൻ ഒന്നുമില്ല എന്നൊക്കെ അറിയാം. പക്ഷേ കണ്ടോ, ബബിൾക്കുട്ടനെ പോയിട്ട് അടിക്കുന്നുണ്ട്. ബബിൾക്കുട്ടനെ തിരിച്ച് അടിക്കാൻ അറിയാഞ്ഞിട്ടൊന്നല്ല, അവൻ പിന്നെ ഒരു സ്നേഹമുണ്ട് നമ്മുടെ പീക്കിരിക്കുട്ടനോട് കേട്ടോ. അവൻ അങ്ങനെ പറയുന്നുണ്ട്, വെറുതെ ചെക്ക എൻ്റെ അടുത്തേക്ക് കളിക്കാൻ വരണ്ട, ഞാനൊരു പെടപെടച്ച നീ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബബിൾക്കുട്ടൻ മാക്സിമം ഒഴിഞ്ഞു മാറും. പക്ഷേ ഇല്ലേ, നമ്മുടെ പീക്കിരി വിടില്ല. പീക്കിരി ഇപ്പോൾ വാലൊക്കെ മിനുക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. അടുത്ത അടിക്കുള്ള തയ്യാറെടുപ്പാണ്. പീക്കിരിക്ക് എന്താ വെച്ചാൽ അമ്മ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ചമ്പിക്കുട്ടി മെഷീൻ്റെ മുകളിൽ കിടക്കണത്. പീക്കിരിക്കുട്ടൻ നല്ല ബബിൾക്കുട്ടനെ പെടയ്ക്കണൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഇരിക്കണത്. ചമ്പിക്കുട്ടിയുടെ മകൻ എവിടെയും തോൽക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. എല്ലായിടത്തും ജയിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര റൗഡി ആയിട്ടാണ് ചമ്പി നമ്മുടെ പീക്കിരിക്കുട്ടനെ വളർത്തിയിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ബബിൾക്കുട്ടനാണെങ്കിലോ മാക്സിമം അടിയെന്നൊക്കെ ഒഴിഞ്ഞു മാറാനൊക്കെ ഉണ്ട്. പക്ഷേ എന്താ ചെയ്യുക, നമ്മുടെ പീക്കിരി വിടില്ല കേട്ടോ. പീക്കിരി ഇങ്ങനെ പിന്നോളം നടന്നിട്ട് ബബിൾക്കുട്ടനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാടാ അടിക്കടാന്ന്. അപ്പം ഞാൻ ഇവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടാ അങ്ങനെ എപ്പോഴും അടി ഉണ്ടാക്കണേന്ന്. അപ്പോൾ ഇതാ ചെക്ക് ഇങ്ങനെ ഓരോ ഗോഷ്ടി കാണിക്കട്ടോ, നിങ്ങളിന്ന് പോയിട്ട് നിങ്ങളുടെ പണി നോക്കൂ എന്നൊക്കെയാണ് കേട്ടോ എന്നോട് പറയുക. നിങ്ങൾക്ക് എന്തിനാ എന്തെങ്കിലുമൊക്കെ ഇടപെടാൻ വരുന്നത്, നിങ്ങൾക്ക് ഇവിടെ അടുക്കളയിൽ പണിയൊക്കെ ഇല്ലേ, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൂടെ, ഞങ്ങൾ ഇടികൂടും നിങ്ങൾക്ക് എന്താണെന്നൊക്കെയാണ് കേട്ടോ ഈ പീക്കിരി എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ഈ പീക്കിരിക്കുട്ടന് പക്ഷേ ഇല്ലേ ഒരാളെ ഭയങ്കര പേടിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കറുത്ത പൂച്ചയുണ്ട്. ഇടയ്ക്ക് വന്നിട്ടില്ലേ നമ്മുടെ പീക്കിരിക്കുട്ടനും ബബിൾക്കുട്ടനൊക്കെ നല്ല പെട കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പീക്കിരിക്കുട്ടന് ആ കറുത്ത പൂച്ച കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ ഓരോ ഭാഗത്ത് വന്നിട്ട് ഒളിച്ചിരിക്കും. പക്ഷേ കറുത്ത പൂച്ച ആൾ ഭയങ്കരനാണ് കേട്ടോ. എങ്ങനെയെങ്കിലുമൊക്കെ ഇവരെ തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് അടിച്ചിട്ട് ഈ വീട്ടിൽ നിന്ന് ഓടിച്ചു വിടാനാണ് കേട്ടോ കറുത്ത പൂച്ച ശ്രമിക്കുന്നത്. അപ്പോൾ അതൊരു പേടി നല്ലോണം നമ്മുടെ പീക്കിരിക്കുട്ടനുണ്ട്. അപ്പോൾ അങ്ങാടി തോറ്റ അമ്മയോട് എന്നുള്ള പോലെ അതൊക്കെ ബബിൾക്കുട്ടൻ്റെ മേത്താണ് അവൻ പകയും പ്രതികാരമൊക്കെ തീർക്കണത് കേട്ടോ.